കർത്താവിൻ്റെ വലിയ വാത്സല്യം നമ്മൾ അനുഭവിക്കാനിടയാകട്ടെ. നമ്മുടെ എല്ലാ വ്യക്തിഗതമായ നിയോഗങ്ങളെ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ ആൾക്കാരിൽ നമ്മൾ സമർപ്പിച്ച് ഈ ബലി ഭക്തിയോടെ വിശുദ്ധിയോടെ സമർപ്പിക്കാൻ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക്
അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യവും നിത്യമായ അവകാശവും ലഭിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യെസക്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ ഇന്ന് തീർച്ചയായും മരിക്കും എന്ന് പറയുകയും അവൻ തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. ദുഷ്ടനോട് തൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും. കർത്താവിൻ്റെ വചനം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ കുമ്പിടാം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണം. നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. മെരീബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, പരസ്പരം സ്നേഹിക്കുന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നൊരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം രമ്യതയുടെ സന്ദേശം നമ്മെ ഫലമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടി
മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2 or 3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1 or 2 സാക്ഷികളോടുകൂടെ നിന്നോടത്ത് കൊണ്ടുപോവുക. അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെ പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. കർത്താവിന്റെ സുവിശേഷം. മിശിഹായിൽ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ പരിശുദ്ധ സുവിശേഷം നമ്മളോട് വളരെ നല്ല കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ സുവിശേഷം എന്ന് വിളിക്കുന്നത്. നല്ല വാർത്ത. കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത നമ്മൾ അറിയണം. അതൊരു സാധാരണ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വാക്കുകൾ പോലെയല്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇരുതല വാളിനെ വെല്ലുന്ന മൂർച്ചയുള്ളതാണ്. എടുക്കുന്നവനും കൊടുക്കുന്നവനും അത് 3 തലങ്ങളിൽ, ശരീരം, മനസ്സ്, ആത്മാവ്, ഈ 3 തലങ്ങളെയും ഭേദിക്കാൻ സാധിക്കുന്ന ഏക കാര്യമാണ് ദൈവത്തിൻ്റെ വചനം. നമ്മൾ വായിക്കുന്ന പത്രമാധ്യമങ്ങൾ പോലെയൊന്നുമല്ല കർത്താവിൻ്റെ വചനം. അത് വായിച്ചാൽ, വിശ്വാസത്തോടെ വായിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കും. നമ്മളൊരു പത്രവാർത്ത എടുത്ത് വിശ്വാസത്തോടെ വായിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഒരു പുസ്തകം എടുത്ത് വിശ്വാസത്തോടെ വായിച്ചാൽ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് വായിച്ചാൽ അത് സംഭവിക്കില്ല. കാരണം അതിന് ജീവനില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം അത് സജീവവും ഊർജസ്വലവും ഹൃദയവികാര വിചാരങ്ങളെ വിവേചിക്കുന്നതും സന്ധികളെയും മാംസത്തെയും മജ്ജയെയും ഒക്കെ തുളച്ചു കയറുന്നതുമാണ്. അതുകൊണ്ട് പ്രവാചകനായ ജെറമ്യാ പറയാണ്, എൻ്റെ വചനം, കർത്താവ് അവനോട് പറയുകയാണ്, എൻ്റെ വചനം പാറയെ തകർക്കുന്ന കൂടമല്ലേ, എൻ്റെ വചനം എരിയുന്ന അഗ്നിയല്ലേ. അപ്പൊ നമ്മൾ വചനമെടുത്ത് വിശ്വാസം വായിക്കുമ്പോൾ അതിൽ നിന്ന് കത്തും, തിന്മകൾ തകർന്ന് തരിപ്പണമാകും. അതാണ് ഈ വിശ്വാസത്തോടെ ഈ വചനം പറഞ്ഞാൽ, എൻ്റെ പ്രിയ ദൈവജനമേ, അതിൻ്റെ വ്യത്യാസമുണ്ടാകും. കാരണം ഇത് ദൈവവചനമാണ്. അപ്പം നമ്മൾ ഈ ദൈവവചനം വായിച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ വിശ്വാസത്തിൽ, സാധാരണ ഒരു പുസ്തകം വായിക്കുന്ന ലാഘവത്തോടെയാണ് അതിനെ നമ്മൾ സമീപിക്കുന്നത്. ഇതാ ദിവ്യബലി മധ്യേ വചനം പങ്കുവയ്ക്കപ്പോൾ വചന വിരുന്ന് നൽകുകയാണ്. ആദ്യം വചന വിരുന്നാണ്. ഭക്ഷണം ഈശോ പറഞ്ഞ് എന്നെ ഭക്ഷിക്കണമെന്ന് ഈശോ പറയുന്നുണ്ടെങ്കിൽ ജീവനുണ്ടാകും. നമുക്ക് വചനം ഭക്ഷിക്കാം. അതിനുശേഷമാണ് ഈശോ തൻ്റെ ശരീരം തന്നെ നമുക്ക് തരുന്നത്. അപ്പോൾ 2 ഭക്ഷണം കൊണ്ടാണ് കർത്താവ് ബലിയിൽ നമ്മളെ പോറ്റുന്നത്. അപ്പം ഇത് നമുക്കായിട്ട് നൽകപ്പെട്ട ഈശോ എന്ന് പറയുകയാണ്, നീ ബന്ധിച്ചാൽ ബന്ധിക്കും, നീ അഴിച്ചാൽ അഴിയും. അപ്പോൾ ഏത് കെട്ടുകളും അഴിക്കാനും ബന്ധിക്കാനും നിനക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. അത് അച്ഛന്മാർക്കോ സമർപ്പിതർക്കോ മാത്രമുള്ള കാര്യമല്ല. ഓരോ ജ്ഞാനസ്നാന വെള്ളം തലയിൽ വീണവൻ്റെയും കരുത്താണ്. നമ്മൾ അതുപോലെ ബലം നൽകി കർത്താവ് നമ്മളെ വിട്ടിരിക്കുകയാണ്. എന്തിനെ വേണമെങ്കിലും ബന്ധിക്കാം. കർത്താവ് പറയാം, നീ ബന്ധിച്ചാൽ ബന്ധിക്കും. ആ വചനം പറഞ്ഞുകൊണ്ട് മത്തായി 18 നമ്മളിത് വായിച്ചു കേട്ടത്. 15 മുതൽ തിരുവചനങ്ങൾ 18 പറയാണ്, നീ ബന്ധിച്ചാൽ ബന്ധിക്കും. ഏത് അന്ധകാര ശക്തികളെയും ബന്ധിക്കാം, ഏത് രോഗപീഠകളെയും ഏത് അസ്വാസ്ഥ്യങ്ങളെയും അഴിച്ചു വിടാം. അതിനുള്ള കരുത്ത് നമുക്കുണ്ട്. വളരെ പ്രിയപ്പെട്ടൊരു വചനമാണ്. നിങ്ങൾ
രണ്ടുപേർ ഒരുമിച്ച് ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ സാധിച്ചത്. എനിക്ക് ഒരുപാട് അനുഭവം. കഴിഞ്ഞ ദിവസം ഒരു വിദേശത്തുള്ള ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, അച്ഛാ ഒരു നിയോഗത്തിനായിട്ട് പ്രാർത്ഥന. നമ്മളൊന്ന് ഇപ്പം തന്നെ നമ്മളത് പ്രാർത്ഥിക്കുക. നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് പിന്നെ നമുക്ക് ഈ നിയോഗത്തിന് വേണ്ടി ഇപ്പം പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, അത് പ്രാർത്ഥിച്ച് തീർന്ന് അല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് വിടും. അങ്ങനെ തന്നെ സംഭവിച്ചു. അസംഭവ്യമെന്ന് തോന്നുമായിരുന്ന ഒരു കാര്യമായിരുന്നു എന്ന് അവർ പിന്നീട് പങ്കുവച്ചു. ഇത് എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്തുകൊണ്ടാണ് നമുക്ക് ഇത് സംഭവിക്കാതെ? ഇപ്പോൾ ഭാര്യയും ഭർത്താവും വീട്ടിലിരുന്ന് അങ്ങനെ ഒരു കാര്യത്തിന് മനസ്സുറപ്പോടെ യോജിച്ച്, കർത്താവേ ഞങ്ങൾ നിന്റെ വചനം മത്തായിയുടെ 18:19 നീ പറഞ്ഞിരിക്കുന്നതിനാൽ ഇത് നീ ഇങ്ങനെ പറഞ്ഞു, രണ്ടുപേർ ഒരുമിച്ച് ചോദിച്ചാൽ അത് ആർക്ക് വേണമെങ്കിലും ആ കൂട്ടായ്മയിലേക്ക് വരാം. ആ രണ്ടുപേരിൽ ഇരുന്ന് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിൽ ഒന്നിച്ച് ചോദിച്ചാൽ അത് തരും കർത്താവ്. അത് ആ വിശ്വാസത്തോടെ ചോദിച്ചാൽ നമ്മുടെ ഗുണഗണങ്ങളോ നമ്മുടെ മഹിമകളോ കണ്ടിട്ടൊന്നുമല്ല, കർത്താവിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നീ ഒരു മഹാഭാവിയാണെങ്കിലും കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് അങ്ങനെ തന്നെ സംഭവിക്കും. അതിന് നമ്മൾ വിശുദ്ധിയോടെ ആയിരിക്കണമെന്ന് നിർബന്ധം പോലും ഇല്ല. വിശുദ്ധിയോടെ ആയിരിക്കുന്നത് എത്രയും നല്ലത്, അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് നമ്മുടെ മഹത്വം കണ്ടിട്ടല്ല, കർത്താവിൻ്റെ വചനത്തിൽ അവൻ അതിൽ വിശ്വസിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ഇതാണ് ഈ വചനത്തിൻ്റെ കാര്യം. നമ്മളിത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സ്നേഹത്തോടെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കയറി വചനം നമ്മളെ പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇതെടുത്ത് പുസ്തകം വായിക്കണമെന്ന് പറയുന്നത്. നമുക്ക് ഈ ദിവസം കർത്താവിന് നന്ദി പറയാം. ദൈവമേ, ഈ വചനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരണേ. വിശ്വാസത്തോടെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഇതിൻ്റെ ആഴങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തണേ എന്ന ചിന്തയോടെ വചനം വായിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ഈ ബലി അർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണം ഉച്ചത്തിലേറ്റു ചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിനും ജനിച്ചവരുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യേകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യാമരത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവനെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവിതാതാവും പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന നിമിഷമാണിത്. ഏറ്റവും സ്വീകാര്യമായ നിമിഷമെന്നാണ് ഈ നിമിഷത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കർത്താവിൻ്റെ പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സഭയെ നയിക്കട്ടെ. ലോകം മുഴുവനെയും കോവിഡ് രോഗബാധയിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ നാടിനെയും വിമുക്തമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ അവിടുത്തെ സമാധാനം ഭരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ തൊഴിൽ മേഖലകളിൽ അവിടുത്തെ സമൃദ്ധി വന്നു നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുമക്കളെയും യുവതി യുവാക്കളെയും വിശുദ്ധിയിൽ മുൻപോട്ട് കൊണ്ടുപോകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തിന്മകളുടെ അന്ധകാര ശക്തികളും നമ്മളിൽ നിന്നും നമ്മുടെ ഇടവകയിൽ നിന്നും ദൂരെ അകലണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമ്മളെ പരിപാലിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെല്ലാം ഈ അൾത്താരയിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാം. കർത്താവേ, നിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. രണ്ടുപേർ ഒരുമിച്ച് ഒരു കാര്യം ചോദിച്ചാൽ അത് നീ ഞങ്ങൾക്ക് സാധിച്ചു തരുന്നു. കർത്താവെ, വിശ്വാസത്തോടെ മക്കൾ ഒരുമിച്ച് ഉയർത്തിയേറിയ പ്രാർത്ഥനകളെ കാരുണ്യപൂർവ്വം കൽപ്പിച്ചനുവദിക്കണേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിഷ്കളങ്കമായ ആരാധനയുടെയും സമാധാനത്തിന്റെയും ഉടയവനായ ദൈവമേ, ഈ കാഴ്ചയർപ്പണം വഴി അങ്ങേ മഹിമയെ ഞങ്ങൾ സമുചിതം ആരാധിക്കുകയും ദിവ്യരഹസ്യങ്ങളിലുള്ള പങ്കാളിത്തത്താൽ വിശ്വസ്തതയുടെ മനസ്സുകളിൽ ഒന്നായി തീരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ പ്രിയപുത്രൻ വഴി അങ്ങ് മനുഷ്യവർഗത്തിന്റെ സൃഷ്ടാവായിരിക്കുന്നത് പോലെ ഏറ്റവും കാരുണ്യവാനായ ഉദ്ധാരകനുമാണ്. ആകയാൽ സർവസൃഷ്ടിജാലങ്ങളും യഥായോഗ്യം അങ്ങേക്ക് സേവനം അനുഷ്ഠിക്കുകയും വീണ്ടെടുക്കപ്പെട്ടത് സകലതും സമുചിതമായി അങ്ങയെ സ്തുതിക്കുകയും അങ്ങേ വിശുദ്ധർ ഒരേ ഹൃദയത്തോടെ അങ്ങയെ വാഴ്ത്തുകയും ചെയ്യുന്നു. അതിനാൽ ഞങ്ങളും സകല മാലാഖമാരോടും കൂടെ ആഹ്ലാദ പുരസ്സരം നിരന്തരം അങ്ങയെ വാഴ്ത്തി സ്തുതിച്ച് പ്രകീർത്തിക്കുന്നു. Hosanna.
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കേണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപരധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ
ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടു കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് അടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത നിന്നാമം പൂജിതമായിടേണം, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേക്കോ നിന്നുള്ള പാരിലുമായിടേണം, നിന്നുള്ള പാരിലുമായിടേണം. അന്നന്നു വേണ്ടുന്നൊരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം, തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. താമര സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവർ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
അതേറ്റു പറയുകയും ചെയ്യുന്നു. അങ്ങേ ഭൗമികമായി സ്വീകരിക്കാനാവാതെ ഈ ദിവ്യബലിയിൽ പങ്കുകൊള്ളുന്ന എല്ലാ മക്കളിലേക്കും ആത്മീയമായി ഇപ്പോൾ തന്നെ അവിടുന്ന് എഴുന്നള്ളണമേ.
നീർച്ചാൽ തേടുന്ന മാൻപേട പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് ജീവിക്കുന്ന ദൈവത്തിനായി അതിയായി ദാഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ വചനത്തിൻ്റെയും സ്വർഗീയ കുദാശയുടെയും ഭോജനത്താൽ അങ്ങേ വിശ്വാസികളെ പരിപോഷിപ്പിക്കുകയും ഉജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുപോലെ അങ്ങേ പ്രിയപുത്രൻ്റെ മഹനീയ ദാനങ്ങളാൽ മുന്നേറാൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അവിടുത്തെ ജീവനിൽ നിത്യമായി പങ്കുചേരാൻ ഞങ്ങൾ അർഹരാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.